ഹലോ, അസ്സലാമലൈക്കും. ഞാനിത് കാണിച്ചതെന്നറിയോ, എനിക്ക് വിഷമമുണ്ട് കാണാം. എൻ്റെ കോഴി താജ് നിസ്കരിക്കണ നേരത്തും കൂക്കും, സുബിക്കും കൂക്കും. അങ്ങനത്തെ ഒരു കോഴിയായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എപ്പോഴും കേൾക്കാറില്ലേ കോഴി ഇങ്ങനെ കൂക്കണം. അത് ഈ കോഴിയായിരുന്നേ. ഞാൻ വെള്ളിയാഴ്ച രാവിലെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതലൊക്കെ കഴിഞ്ഞിട്ട് കോഴികളെ ഇവിടെ 8:30 മണിയായി നോക്കുമ്പോൾ 8 മണി ചായ കുടിക്കലൊക്കെ ചെന്ന് നോക്കുമ്പോൾ ഉണ്ട് കോഴി ചത്ത് കിടക്കണം. 2 കോഴികൾ, ആകെ 3 കോഴിയുള്ളൂ. പിന്നെ കുട്ടികളുണ്ട്, അത് വേറെ കൂട്ടിലാണ്. ഞാൻ വിരിയാൻ വെച്ചതാണ് ആ പാത്രത്തിൽ. 10 മുട്ട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഈ കൊതായി ചെറിയ കോഴി ചത്ത് കിടക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ച എന്താണ്, അപ്പം നോക്കും മറ്റേ കോഴിയും ചത്ത് കിടക്കണം. അപ്പോൾ ഞാൻ ടോർച്ചടിച്ച് നോക്കി, അപ്പോൾ ഒന്നിനെയും കണ്ടില്ല. നോക്കുമ്പോൾ ഞാൻ കോഴി മുട്ടിടാൻ വേണ്ടിയിട്ട് മറ്റേ കോഴി കൊത്തണ കാരണം ഞാൻ റബ്ബർ കൊട്ട വെച്ചിട്ട് അടച്ചു വെച്ചിരുന്നു കേട്ടോ. നോക്കുമ്പോൾ തലേദിവസം കോഴികൾ കയറാൻ ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ ഞാൻ നോക്കിയില്ല, കൊട്ടറ ഉള്ളിൽ എപ്പോഴും വന്ന് കൂടിക്കുകയാണ് മൂപ്പര്. നോക്കുമ്പോൾ ഞാൻ കോഴീനെ വലിച്ചു, ചേവലിനെ. പിന്നെ റബ്ബർ കൊട്ട ഞാൻ വലിച്ചതാണ് രാവിലെ. നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വലിയൊരു വമ്പാലായിരുന്നേ. പക്ഷെ അൽഹംദുലില്ലാ പടച്ചോൻ എന്നെ കാത്തു. അല്ലെ ഇപ്പം എൻ്റെ പിന്നാലെ ഓടി കൊത്തു. അത് 10 മുട്ടയും കഴിച്ചിരിക്കണു. അപ്പോൾ ഞാൻ മുട്ട കാണാത്തപ്പോൾ ഞാൻ പോയി നോക്കിയതാണ്. അപ്പോൾ എന്താ ഇത് കണക്കെന്ന് വെച്ചപ്പോൾ നോക്കും, നല്ല ശ്രദ്ധിച്ച് നോക്കി കണ്ടില്ല. പിന്നെ നോക്കുമ്പോഴാണ് അറിഞ്ഞത് വലിയൊരു ബമ്പാല, മൂത്ത ബമ്പാല. പക്ഷേ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരെ വിളിച്ച് എന്തെങ്കിലും ചെയ്യാൻ ആരും വന്നില്ല. ലാസ്റ്റ് ഇന്നെ നോക്കി അത് എന്ത് കാട്ടിയെന്നറിയോ, മുട്ട മൊത്തം അത് തുപ്പിക്കളഞ്ഞിട്ട് എന്ത് കാട്ടി, അത് പിന്നെ അത് എങ്ങടാ പോയിന്ന് കണ്ടില്ല കേട്ടോ. എനിക്ക് കാണിക്കുമ്പോൾ വിഷമമുണ്ട്. കാരണം എൻ്റെ ചേവൽ അത്രയും നല്ലൊരു ചേവലായിരുന്നു. എന്നിട്ട് നോക്കുമ്പോൾ എന്താ ഉണ്ടായിന്നറിയാം, മുട്ട മൊത്തം തിന്നിരിക്കുക. 10 മുട്ടയും തിന്ന് 2 കോഴികളും കണ്ട മുട്ട ഛർദ്ദിച്ചിട്ട് അത് കളഞ്ഞിട്ട് തുപ്പിയിട്ട് പോയിരിക്കണു. എങ്ങടാ പോയിന്ന് കണ്ടില്ല. പിന്നെ വലിയ മൂർക്കം പാമ്പാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ കോഴിക്കൂട്ടിലൊക്കെ വന്നിരുന്നാൽ അറിയില്ലേ. എന്തോ എന്നെ അൽഹംദുലില്ലാ പടച്ചോൻ കാത്തതാണ്. അല്ലേ ഇപ്പോൾ എന്നെ പാമ്പ് കടിച്ചിട്ടുണ്ടാകും. കാരണം ഞാൻ റബ്ബർ കൊട്ട കൊണ്ട് വലിച്ച് കയ്യും കൊണ്ടാണ് വലിച്ചത് കേട്ടോ. എനിക്ക് അതിൻ്റെ അത്ര ഇത് പോയില്ല. പക്ഷേ അപ്പോൾ നോക്കുമ്പോൾ മൂപ്പര് അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്, കൊട്ടറ ഉള്ളിൽ മുട്ടയും കഴിച്ചിട്ടേ. 2 കൊഴിഞ്ഞും കൊത്തിയിട്ടിക്കണു. ഭയങ്കര വിഷമമായി. ഇപ്പോൾ ഞാൻ വെള്ളിയാഴ്ച കഴിഞ്ഞത്. അപ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ച ആയിരുന്നു സംഭവം നടന്നത്. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാനും പറയാനൊന്നും കാണാൻ ഇടങ്ങാറായോ. കാരണം ഇപ്പോൾ ഇടാന്ന് മാത്രം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് ഈ ചേവലിൻ്റെയും മറ്റേ കുട്ടികളും ഒക്കെ കൂടി ഞാൻ വീഡിയോ ഇട്ടിരുന്നു. നിങ്ങളെ കണ്ടിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ആ ചേവലാണിത്. എപ്പോഴും കുക്കിങ് കൊണ്ട് ആ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ കുക്കറി കേൾക്കും. പാവം കാണുമ്പോൾ തന്നെ ഇടങ്ങാറാകുക. എന്താ പാമ്പ് തലേദിവസം വന്ന് കുടിക്കുകയാണേ. എന്നിട്ട് രാത്രിയാണ് മുട്ട കഴിച്ചിരിക്കണതേ. എന്നിട്ട് റബ്ബർ കൊട്ടൻ്റെ ഉള്ളിൽ പോയിട്ട് ഇരുന്നിക്കുകയാണേ. അപ്പോൾ അതിപ്പോൾ അറിയില്ലല്ലോ. ഞാനുണ്ട് വലിച്ചു നോക്കുമ്പോഴാണ് പാമ്പുണ്ട് പാത്തിയുണ്ട് വിടർത്തിയിട്ടില്ലേ. ഞാനൊരു ഭയങ്കര ഓടി. പിന്നെ പക്ഷേ ആ പാമ്പ് മുട്ട വിഴുങ്ങിയ കാരനാവും ചിലപ്പോൾ അതിന് ഓടാൻ പറ്റാതിരുന്നു. അല്ലേ ഇപ്പോൾ എൻ്റെ പിന്നാലെ ഓടിയിട്ട് എന്നെ കൊത്തിയിട്ടുണ്ടാവും. എന്തോ അൽഹംദുലില്ലാ പടച്ചോൻ കാത്തു. അപ്പോൾ അതുപോലെ കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കുക. ഇപ്പോൾ ഈ മഴ പെയ്ത കാരണം ഈ പാമ്പുകളൊക്കെ ഇറങ്ങിക്കുകയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക പുറത്തേക്ക് പോകുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ. ഞാനത് വീഡിയോ ഇടുമ്പോൾ കൂടി എനിക്ക് മനസ്സിൽ നിന്ന് പോകുന്നത് അത്രയും വിഷമമുണ്ട് കേട്ടോ. ഭയങ്കര വിഷമമായി. ഞാൻ പറഞ്ഞ കുട്ടികളെ നോക്കണ പോലെ അവരെ നോക്കുക. എപ്പോഴും കൂക്കി കൊണ്ടാ പാവം. എന്താ ചെയ്യണ്.